അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. പ്രിയപ്പെട്ട 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, പരീക്ഷ വളരെ അടുത്തു. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 2021 നടന്ന 6ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ വാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പരീക്ഷയ്ക്ക് ഇതിലെ പല ചോദ്യങ്ങളും ആവർത്തിച്ച് ചോദിക്കുന്നതിനാൽ കഴിഞ്ഞ വർഷങ്ങളിലെ ഈ ഒരു ചോദ്യ പേപ്പർ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എൻ്റെ ക്ലാസ്സിൻ്റെ രൂപം എന്ന് പറയുന്നത്, ആദ്യം ഞാൻ പരീക്ഷാ ഹാളിൽ എങ്ങനെയാണോ ചോദ്യ പേപ്പർ വായിക്കുക അതുപോലെ ഞാൻ ആദ്യം ഒന്ന് വായിക്കും. ആ സമയത്ത് നിങ്ങൾ അറിയുന്ന ഉത്തരങ്ങളൊന്ന് കണ്ടെത്തുക. പിന്നീട് ഞാൻ അതിൻ്റെ ഉത്തരം പറയും. അപ്പോൾ നിങ്ങൾ കണ്ടെത്തിയ ഉത്തരം ശരിയാണോ എന്ന് വിലയിരുത്തുക. അവസാനം നിങ്ങൾക്ക് കിട്ടിയ മൊത്തം സ്കോർ കമൻറ്റ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നാം പറഞ്ഞ പോലെ ചോദ്യം വായിക്കുകയാണ്. ചോദ്യം വായിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഉത്തരം കണ്ടെത്തുക. പിന്നീട് ഞാൻ അതിൻ്റെ ഉത്തരം പറയും. അപ്പോൾ നിങ്ങൾ കണ്ടെത്തിയ ഉത്തരം ശരിയാണോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യാം. ഇൻഷാ അല്ലാഹ്. ചോദ്യം 1, നുകമ്മിൽ ബിൽ മുനാസിബി മിനൽ ഖൗസൈനി. താഴെ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ശരിയായത് എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 1 റഅയ്തു ഡാഷ് ഖിത്തൻ സലാസ അശറത സലാസ അശറ സലാസത അശറ. ഇതിൽ ഏതാണ് ശരി എന്നുള്ളത് എടുത്തെഴുതുക. ചോദ്യം 2, ഫിസ് സുന്ദൂഖി ഡാഷ് കലമൻ സബഅത അശറ സബഅത അശറ സബഅത അശറത. ഇതിൽ ഏതാണ് ശരി എന്നുള്ളത് എടുത്തെഴുതുക. ഒന്നാമത്തത് ഏതാണ് ശരിയെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ രണ്ടാമത്തതും ഏതാണ് ശരിയെന്ന് മനസ്സിലാവും. ഒന്നാമത്തതും രണ്ടാമത്തതും ക്വസ്റ്റ്യൻ ഒരേ പാറ്റേണിലാണ്. സലാസ അശറത്ത എന്ന് പറയുമ്പോൾ സലാസ എന്നുള്ളതിന് ത ഇല്ല, അശറത്ത എന്നുള്ളതിന് ത ഉണ്ട്. സലാസ അശറ എന്ന് പറയുമ്പോൾ രണ്ടിനും ത ഇല്ല. സലാസത്ത അശറ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റായിട്ട് സലാസക്ക് എന്തുണ്ട്, ത ഉണ്ട്. സലാസത്ത അശറ എന്ന് പറയുമ്പോൾ ആ ഒരു ഫോമുല തന്നെയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യനും. സബഅത്ത അശറ എന്നോ സബഅ അശറ എന്നോ സബഅത്ത അശറത്ത എന്നാണോ, ഏതാണ് ശരിയെന്ന് നിങ്ങൾ കണ്ടെത്തുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഉത്തരം ഞാൻ ലാസ്റ്റ് പറയും. നദ്റുസു അൽ യൗമ ദർസൻ ഡാഷ് ജദീദ ജദീദൻ ജദീദുൻ. ജദീദത്തുൻ എന്ന് പറയുമ്പോൾ അവിടെ ലമ്മാണ്. ജദീദൻ എന്ന് പറയുമ്പോൾ അവിടെ നസ്ബാണ്. ജദീദുൻ എന്ന് പറയുമ്പോൾ അവിടെ ലമ്മാണ്. അപ്പോൾ നദ്റുസു അൽ യൗമ ദർസൻ അവിടെ ഏതാണ് അനുയോജിച്ചത് എന്ന് നിങ്ങൾ കണ്ടെത്തിയത്. 4, യാ ബനാത്തി ഡാഷ് റുഊസകുന്ന. ഡാഷ് എന്നുള്ളടത്ത് ലാ തക്ഷിഫി ലാ തക്ഷിഫ്ന ലാ തക്ഷിഫു. ഏതാണ് ശരിയെന്ന് നിങ്ങൾ എടുത്തെഴുതാം. 5, ഡാഷ് അൽ ബിന്തു ഇലൽ മദ്രസ ജാഅതി ജാഅ യൽ അബു. ഏതാണ് ശരി എന്നുള്ളത് നിങ്ങൾ എടുത്തെഴുതുക. 6, ഡാഷ് അനീസത്തു വഖ്ത ദർസി മാ ഖറഅ ലാ യദ്ഹബു മാ ലഇബത്ത്. ഏതാണ് ശരിയെന്ന് നിങ്ങൾ എഴുതുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഉത്തരം കിട്ടിയെന്ന് കരുതുന്നു. ഇനി അതിൻ്റെ ഉത്തരം പറയുകയാണ്.
ശരിയാണെങ്കിൽ ഓരോ ചോദ്യത്തിനും 1 മാർക്ക് വീതമാണ് കേട്ടോ. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സലാസത്ത അശറ എന്നാണ്. റഅയ്തു സലാസത്ത അശറ ഖിത്തൻ. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഫിസ് സുന്ദൂഖി സബ്അത്ത അശറ ഖലമൻ. ഒന്നാമത്തേത് സലാസത്ത അശറ, രണ്ടാമത്തേത് സബ്അത്ത അശറ. സലാസത്ത എന്നുള്ളതിന് താ ഉണ്ട്, അശറ എന്നുള്ളതിന് താ ഇല്ല. അതുപോലെ തന്നെ രണ്ടാമത്തേത് സബ്അത്ത എന്നുള്ളതിന് താ ഉണ്ട്, അശറ എന്നുള്ളതിന് താ ഇല്ല. ഈ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ വരാന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യാം. മൂന്നാമത്തേത് നദ്റുസുൽ യൗമ ദർസൻ ജദീദൻ എന്നാണ് ഉത്തരം. ജദീദൻ, നദ്റുസു ഞാൻ പഠിച്ചു, നദ്റുസു ഞാൻ പഠിക്കുന്നു, അൽ യൗമ ഈ ദിവസം, ദർസൻ ഒരു പാഠം പഠിക്കുന്നു. എങ്ങനത്തെ പാഠം? ജദീദൻ പുതിയ പാഠം. നാലാമത്തത് യാ ബനാത്തി, അതിൻ്റെ ഉത്തരം ലാ തക്ഷിഫ്ന എന്നാണ്. യാ ബനാത്തി ലാ തക്ഷിഫ്ന റുഊസകുന്ന. അഞ്ചാമത്തത് ജാഅത്തിൽ ബിന്തു ഇലൽ മദ്രസ എന്നാണ്. അഞ്ചാമത്തത് ഉത്തരം ജാഅത്തി എന്നാണ്. ബിന്ത് എന്ന് പറയുമ്പോൾ പെൺകുട്ടിയാണല്ലോ, പെൺകുട്ടി വന്നു എന്ന് പറയൽ ജാഅത്തിൽ ബിന്തു എന്നാണ്. ജാ അ ബിന്തു എന്ന് പറയില്ല. ജാ എന്നുള്ളത് ആൺകുട്ടിയാണെങ്കിൽ പറയാം. ആ ബിന്ത് എന്നുള്ളതിന് അവിടെ വലത് എന്നാണെന്നുണ്ടെങ്കിൽ ജാ അൽ വലതു എന്ന് പറയും. ഇനി അതല്ല, ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും ചോദിക്കും. വലത് എന്നല്ല, ഇനി അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ആൺകുട്ടിയുടെ പേര് പറയാം. മുഹമ്മദ് എന്ന് പറയാം. മുഹമ്മദ് എന്ന് പറയുമ്പോൾ ജാ അത്തി എന്നാണോ ജാ എന്നാണോ അബു എന്നാണ് ഉപയോഗിക്കുക നിങ്ങൾ? ജാ അ, കാരണം ആൺകുട്ടിയാണ്. ഇനി ഫാത്തിമ ആണെങ്കിലോ, ബിന്ത് എന്നുള്ളിടത്ത് ജാ അത്തിൽ ഫാത്തിമ ഇൽ മദ്രസ. മനസ്സിലായില്ലേ? ജാ അ ജാ അത്തി എന്നുള്ളത് മാളി ആയിട്ടുള്ള 2 ഫീലുകളാണ്. ജാ അത്തി എന്നുള്ളത് സ്ത്രീക്കും ഉപയോഗിക്കും, ജാ എന്നുള്ളത് പുരുഷനും ഉപയോഗിക്കും. ബിന്ത് എന്നുള്ളത് സ്ത്രീയാണ്, പെൺകുട്ടി എന്നർത്ഥം. ഓക്കെ, ഈ ഒരു ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ആറാമത്തത്, എല്ലാ ചോദ്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് വെരി ഇമ്പോർട്ടൻ്റ് കേട്ടോ. ആറാമത്തത് മാ ലഇബത്ത് അനീസത്തു വഖ്ത ദർസ് എന്നാണ് ഉത്തരം. മാ ലഇബത്ത് എന്നാണ് അർത്ഥം. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം വായിക്കാം. നംലവുൽ ജദ്വൽ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞത്. മാലി ഉണ്ട്, മുലാരി ഉണ്ട്, അംർ ഹാലിറുണ്ട്, നഹി ഗായിബുണ്ട്. മാലി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ നടന്നത്. ജലസ ഇരുന്നു. അതിന് നേരെ അപ്പുറത്തുള്ള കോളം എന്താണ്? മുലാരി അല്ലേ? അവിടെ എഴുതേണ്ടത് ജലസ എന്ന വാക്കിൻ്റെ മുലാരി. ജലസ ഇസ് എ പാസ്റ്റ് ടെൻസ്, കഴിഞ്ഞ കാലത്തിൽ സംഭവിച്ചതാണ്. ഇരുന്നു എന്നർത്ഥം. അവൻ ഒരു പുരുഷൻ ഇരുന്നു. മുലാരി പ്രസൻറ്റ് അതല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസ് ആയിരിക്കും. ഇരുന്നു എന്നുള്ളതിൻ്റെ ഫ്യൂച്ചർ, അതാണ് മുലാരി. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, അവനൊരു പുരുഷൻ ഇരിക്കും എന്ന് എഴുതണം. മലയാളത്തിലല്ല, അറബിയിൽ. ജലസ എന്നുള്ളതിൻ്റെ മുലാരിയാണ് അവിടെ എഴുതുന്നത്. പിന്നെ ഒരു കോളുണ്ടല്ലോ മുലാരി കഴിഞ്ഞിട്ട്, അംർ ഹാലിർ. അംർ ഹാലിർ എന്ന് പറഞ്ഞാൽ ചെയ്യിപ്പിക്കുകയാണ്. അതിനാണ് അംർ ഹാലിർ എന്ന് പറയുന്നത്. അംർ എന്ന് പറഞ്ഞാൽ തന്നെ കൽപ്പന എന്നാണ്. ഹാലിർ എന്ന് പറഞ്ഞാൽ മുമ്പിലുള്ള ആളോട്, എവിടെയെങ്കിലുള്ള ആളോടല്ല, മുമ്പിലുള്ള ആളോട്, അവിടെ പ്രസൻറ്റിലുള്ള ആളോട് കൽപ്പിക്കുന്നതിനാണ് അംർ ഹാലിർ എന്ന് പറയുന്നത്. നമ്മളെ ഇടയ്ക്ക് ക്ലാസ്സിൽ അറ്റൻഡൻസ് വിളിക്കുന്ന സമയത്ത് ഹാലിർ എന്ന് പറയാറുണ്ടല്ലേ. ഹാലിർ എന്ന് പറഞ്ഞാൽ എന്താ? ഹാജർ, അവിടെ ഉണ്ട്. അപ്പോൾ അംർ ഹാലിർ എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള ആളോട് കൽപ്പിക്കുന്നതിനാണ് അംർ ഹാലിർ എന്ന് പറയുന്നത്.
ഇജ്ലിസ് എന്നാണ് എക്സാമ്പിൾ കൊടുത്തതിൽ. അതായത് ജലസൻ്റെ മാലി ജലസ, ജലസൻ്റെ മുതാരി ഞാൻ പറഞ്ഞു തരില്ല, നിങ്ങൾ എഴുതുക, ഞാൻ പറഞ്ഞു തരും ഈ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞിട്ട്. ജലസൻ്റെ മുതാരി നിങ്ങൾ എഴുതുക. ഇനി ജലസൻ തന്നെ അംബ്ര ഹാലിർ, അതാണ് ഇജ്ലിസ്, നീ ഇരിക്കുക എന്ന് അർത്ഥം. ഇനി നെഹി ഗായിബ്, നെഹി ഗായിബ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അംബ്ര ഹാലിറിൻ്റെ പോലെ തന്നെ നെഹി ഗായിബ് എന്ന് പറയുമ്പോൾ ചെയ്യരുത് എന്നർത്ഥം. പക്ഷേ അംബ്ര ഹാലിർ എന്താണ്? സ്ഥലത്തുള്ള ആളോട് പറയുന്നതാണ് അല്ലേ? നെഹി ഗായിബോ സ്ഥലത്തില്ലാത്ത ആളോട് പറയുന്നതാണ്. അതും കൽപ്പിക്കൽ തന്നെയാണ്. നീ അത് ചെയ്യരുത് എന്ന് പറയും, അല്ലെങ്കിൽ അവനത് ചെയ്യരുത് എന്ന് പറയും. നീ എന്ന് പറയുമ്പോൾ സ്ഥലത്ത് ആളുണ്ടല്ലോ. നെഹി ഗായിബ് എന്ന് പറയുമ്പോൾ സ്ഥലത്തില്ലാത്ത ആളോട് പറയുന്നതിനാണ് നെഹി ഗായിബ് എന്ന് പറയുന്നത്. അതായത് അവൻ അത് ചെയ്യരുത് എന്ന് പറയുന്നതിനാണ് നെഹി ഗായിബ്. അത് അറബിയിൽ എഴുതണം. ഇജ്ലിസ് എന്നുള്ള ഫോമിൽ വരുമ്പോൾ ഇജ്ലിസ് എന്ന് പറഞ്ഞാൽ നീ ഇരിക്കവിടെയാണ്. നെഹി ഗായിബിലോ അവൻ ഇരിക്കരുത് എന്നാണ് വേണ്ടത്. അപ്പം അവൻ ഇരിക്കരുത് എന്നുള്ളതിൻ്റെ അറബിയാണ് അവിടെ എഴുതേണ്ടത് കേട്ടോ. അപ്പം ജലസൻ്റെ കഴിഞ്ഞു. ഇനി അടുത്തത് യഖൂലു എന്നുള്ളതിൻ്റെ മാലി എഴുതുക. മാലിൻ്റെ കോളത്തില്ലേ മുതാരി തന്നിട്ടുണ്ട് യഖൂലു. ഇനി അതുപോലെ തന്നെ യഖൂലു എന്നുള്ളതിൻ്റെ അംബ്രും എഴുതുക. ഇജ്ലിസ് എന്ന് പറഞ്ഞില്ലേ, അതേ ഫോമിൽ തന്നെയാണ്, ആലോചിച്ചാൽ കിട്ടും. ഇനി യഖൂൽ എന്നുള്ളതിൻ്റെ നെഹി ഗായിബ് അവിടെ തന്നിട്ടുണ്ട്, ലാ യഖൂൽ, അത് നിങ്ങൾ എഴുതണ്ട. ഇനി മാലി നളറ, നളറ എന്നുള്ളതിൻ്റെ മാലി നളറ തന്നെ. ഇനി നളറ എന്നുള്ളതിൻ്റെ മുതാരിയോ യഖൂലു എന്നൊക്കെ പറഞ്ഞ മാതിരി തന്നെ യൻളുറു. ഇനി നളറ എന്നുള്ളതിൻ്റെ മുതാരി എന്താണ്? ഇജ്ലിസ് എന്ന് പറഞ്ഞ പോലെ നളറ എന്താ പറയുക? അത് എഴുതുക. അതുപോലെ നളറ എന്നുള്ളതിൻ്റെ നെഹി ഗായിബ് എഴുതുക. പിന്നെ നാലാമത്തതോ യംഷി എന്നുള്ളതിൻ്റെ മാലി എഴുതുക. യംഷി എന്നുള്ളതിൻ്റെ മുതാരി അവിടെ തന്നിട്ടുണ്ട്. യംഷി എന്നുള്ളതിൻ്റെ അംബർ എഴുതുക. ഇംഷി, ഇംഷി എന്ന് പറഞ്ഞാൽ നീ നടക്കുന്ന, യംഷി പറഞ്ഞാൽ അവൻ നടക്കും, മുതാരിയാണ്. അതിൻ്റെ മാലി എന്താണ്? അവൻ നടന്നു. അങ്ങനെ എഴുതുക, അറബിയിലങ്ങ് എഴുതുക അവിടെ കേട്ടോ. യംഷി പറഞ്ഞാൽ അവൻ നടക്കും, ഇംഷി പറഞ്ഞാൽ നീ നടക്കും. ഇനി എന്താ വേണ്ടത് അവിടെ? നെഹി ഗായിബ്. നെഹി ഗായിബിൽ എന്താ വേണ്ടത്? നീ നടക്കുന്നതാണോ? അല്ല, അവൻ നടക്കരുത്. ഇനി ഉത്തരം പറയാം കേട്ടോ. ജലസൻ്റെ മാലി ജലസ, അവൻ ഇരുന്നു എന്നർത്ഥം. ജലസൻ്റെ മുതാരി യജ്ലിസു, അവൻ ഇരിക്കും എന്നർത്ഥം. ജലസൻ്റെ അംബ്ര ഹാലിർ ഇജ്ലിസ്, നീ ഇരിക്ക്. ജലസൻ്റെ നെഹി ഗായിബ് ലാ യജ്ലിസ്, അവൻ ഇരിക്കരുത്. മനസ്സിലായല്ലോ? ഇനി യഖൂലു എന്നുള്ളതിൻ്റെ മാലി കാല, കാല എന്നുള്ളതിൻ്റെ അർത്ഥം പറഞ്ഞു, യഖൂലു പറയും. യഖൂലു എന്നുള്ളതിൻ്റെ അംബ്ര ഹാലിർ ഖുൽ, നീ പറയ്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറഞ്ഞില്ലേ? ഖുൽ നബിയെ താങ്കൾ പറയുക, ഹുവൻ അവനാകുന്നത്, ഹുവല്ലാഹു അല്ലാഹു ആകുന്നത്, അഹദുൻ ഒരുവനാകുന്നു. അതാണ് ഖുൽ, നബിയെ താങ്കൾ പറയുക, പറയാൻ ആവശ്യപ്പെടല്ലേ, അതാണ് അംബ്ര. ലാ യഖുൽ, അവൻ പറയരുത് എന്നർത്ഥം. ഇനി യൻളുറു എന്നുള്ളതിൻ്റെ മാലി നളറ, നളറ എന്ന് പറഞ്ഞാൽ കണ്ടു എന്നർത്ഥം. യൻളുറു അതിൻ്റെ മുതാരി ഉൻളുർ, നീ നോക്ക് എന്നർത്ഥം. ലാ യൻളുർ, അവൻ നോക്കരുത്. ഇനി യംഷി എന്നുള്ളതിൻ്റെ മാലി മഷ, അവൻ നടന്നു. യംഷി അവൻ നടക്കും, ഇംഷി നീ നടക്ക്. ലാ യംഷി, അവൻ നടക്കരുത്. ഇനി അടുത്ത് പറയാണ്
മൂന്നാമത്തത് നുമയ്യിസ്. ഈ നുമയ്യിസ് എന്നുള്ള വാക്ക് മെയിൻറ്റെയിൻ ചെയ്തേക്കാം കേട്ടോ. നുമയ്യിസ് എന്ന് പറഞ്ഞാൽ വേർതിരിക്കുന്ന. നുമയ്യിസ് നഅ്ത വൽ മൻഊത്ത, നഅ്ത്തിനെയും മൻഊത്തിനെയും വേർതിരിക്കുക. ഇപ്പം ചോദ്യം വായിക്കുകയാണ്. അർറജുലു മുഅ്മിനു ലാ യക്സിബ്. റജുല് മുഅ്മിന് ലാ യക്സിബ്. ഇതിൽ നഅ്ത്ത് ഏതാ മൻഊത്ത് ഏതാ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, വേർതിരിച്ച് എഴുതുക. രണ്ടാമത്തത് സല്ലംതു അല ബിൻതൈനി സഗീറത്തൈനി. ഇതിൽ നഅ്ത്തായിട്ടുള്ള വാക്കേത മൻഊത്തായിട്ടുള്ള വാക്കേതാന്ന് വേർതിരിച്ച് എഴുതുക. 3 ഖറിയത്തി ജമീലത്തുൻ ഫിഹ ഹദീഖത്തുൻ റാഇയ. ഇതിൽ നഅ്ത്ത് ഏതാ മൻഊത്ത് ഏതാ എന്നുള്ളത് വേർതിരിച്ച് എഴുതുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് കരുതുന്നു. നഅ്ത്ത് എന്ന് പറഞ്ഞാൽ വിശേഷണം എന്നാണ് അർത്ഥം. മൻഊത്ത് എന്ന് പറഞ്ഞാൽ ആരെ പറ്റിയാണോ ആ ഒരു നല്ല കാര്യം പറഞ്ഞത് അയാളാണ്, അല്ലെങ്കിൽ ആ വസ്തുവാണ് മൻഊത്ത്. ഇവിടെ റജുല് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായി. റജുലുൽ മുഅ്മിൻ ലാ യക്സിബ്. ആ പുരുഷൻ, ആ മുഅ്മിനായിട്ടുള്ള പുരുഷൻ കളവ് പറയില്ല. റജുലുൽ മുഅ്മിൻ, മുഅ്മിനായിട്ടുള്ള പുരുഷൻ. മുഅ്മിനായിട്ടുള്ള പുരുഷൻ എന്ന് പറയുമ്പോൾ അവിടെ നഅ്ത്ത് മൻഊത്ത് രണ്ടുമുണ്ട്. മൻഊത്ത് എന്താ, ആരെക്കുറിച്ചാണ് പറയുന്നത്? റജുലിനെ പറ്റിയാണ് പറഞ്ഞത് അല്ലേ. റജുലിനെ പറ്റി എന്താ പറഞ്ഞത്? മുഅ്മിനായ പുരുഷൻ. പുരുഷൻ എന്ന് പറഞ്ഞാൽ റജുൽ എന്നുള്ളത് മൻഊത്താണ്. എന്താ പറഞ്ഞത്? മുഅ്മിൻ എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ റജുൽ എന്നുള്ളത് മൻഊത്തും മുഅ്മിൻ എന്നുള്ളത് നഅ്ത്തുമാണ്. നഅ്ത്ത് എന്ന് പറഞ്ഞാൽ നല്ല കാര്യം, അതിനെ പറ്റി പറയുന്നതിനാണ് നഅ്ത്ത് എന്ന് പറയുന്നത്. അടുത്തത് സല്ലംതു അലാ ബിൻതൈനി സഗീറത്തൈനി. ഞാൻ 2 ചെറിയ പെൺകുട്ടികളോട് സലാം പറഞ്ഞു. ഇവിടെ ആരെ പറ്റിയാണ് നഅ്ത്ത് പറഞ്ഞത്? ആരാണ്, അതല്ലെങ്കിൽ എന്താണ് നഅ്ത്ത് എന്നാണ് എഴുതേണ്ടത്. ഇവിടെ ബിൻതൈനി ആണല്ലോ മൻഊത്ത്. റജുല് മൻഊത്താണ്. ഇവിടെ മൻഊത്ത് എന്താണ്? നഅ്ത്ത് പറയപ്പെട്ടത് ആരെ പറ്റിയാണ്? ബിൻതൈനിനെ പറ്റി, 2 ചെറിയ പെൺകുട്ടികളെ എന്ന് പറഞ്ഞില്ലേ. അപ്പം പെൺകുട്ടികൾ എന്നുള്ള അവരാണ് മൻഊത്ത്, അവരെ പറ്റിയാണ് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? സഗീറത്തൈനി, ചെറിയ രണ്ട് പെൺകുട്ടികൾ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ചെറിയ എന്ന് പറഞ്ഞത് എന്താണ്? അതാണ് നഅ്ത്ത്. ചെറിയ പെൺകുട്ടികൾ എന്ന് പറഞ്ഞില്ലേ. ഇത് ചെറിയ എന്നുള്ളത് ഒരു വിശേഷണം പറയാമല്ലോ, അതാണ് നഅ്ത്ത്. ഇനി അടുത്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കിട്ടും കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. ഖറിയത്തി ജമീലത്തുൻ ഫിഹാ ഹദീഖത്തുൻ റാഇയ. ഖറിയത്തി ജമീലത്തുൻ, എൻ്റെ ഗ്രാമം, ജമീലത്തുൻ വളരെ ഭംഗിയുള്ളതാണ്, ഫിഹ അതിലുണ്ട്, ഹദീഖത്തുൻ റാഇഉൻ ഒരു അടിപൊളി പൂന്തോട്ടമുണ്ട്. ഹദീഖത്തുൻ എന്നുള്ളത് എന്താണ്? മൻഊത്താണ്. പൂന്തോട്ടത്തിൻ്റെ വിശേഷണം എന്താണ്? റാഇഉൻ, അത് അടിപൊളിയാണ് എന്നുള്ളത്. റാഇ എന്നുള്ളത് അതിൻ്റെ വിശേഷണം, നഅ്ത്ത്. ഓക്കെ, ഉത്തരം ഒന്നുകൂടി പറയുകയാണ്. ഒന്നാമത്തതിൽ റജുല് എന്നുള്ളത് മൻഊത്ത്, മുഅ്മിന് എന്നുള്ളത് നഅ്ത്ത്. രണ്ടാമത്തതിൽ ബിൻതൈനി എന്നുള്ളത് മൻഊത്ത്, സഗീറത്തൈനി എന്നുള്ളത് നഅ്ത്ത്. മൂന്നാമത്തതിൽ ഹദീഖത്ത് എന്നുള്ളത് മൻഊത്ത്, റാഇ എന്നുള്ളത് നഅ്ത്ത്.
ചോദ്യം 4 നുജിബ് ആൻസർ ചെയ്യാം. 1 കൈഫ യുൻശഉ നഹ്യു മിനൽ മുളാരി. കൈഫ എപ്രകാരമാണ്, എങ്ങനെയാണ്. ഹൗ എന്നർത്ഥം കൈഫ എന്നാൽ. യുൻഷിഉ ഉണ്ടാവുന്നത്. കൈഫ യുൻഷിഉ എങ്ങനെയാണ് ഉണ്ടാകുന്നത്. എന്ത്? നഹ്യ്. നഹ്യ് എങ്ങനെ ഉണ്ടാകുന്നത്? മിനൽ മുളാരി, മുളാരിയിൽ നിന്ന്. നഹ്യ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു വിരോധിക്കുക, ചെയ്യരുത് എന്ന് പറയല്ലേ, അരുത്. അതാണ് നഅത്ത് അല്ല, അതാണ് നഹ്യ്. അരുത് എന്ന് പറയുന്നതിനാണ് നഹ്യ് എന്ന് പറയുന്നത്. മുളാരി എന്ന് പറഞ്ഞാൽ ഭാവി കാലത്ത് നടക്കുന്ന ഏതൊരു ക്രിയക്കും മുളാരി എന്ന് പറയും. കത്തബൻ്റെ മുളാരി എന്താ? കത്തബ എന്ന് പറഞ്ഞാൽ എഴുതി. കത്തബൻ്റെ മുളാരി യക്തുബു. ഫത്തഹ എന്ന് പറഞ്ഞാൽ തുറന്നു. ഫത്തഹൻ്റെ മുളാരി എന്താ? യഫ്തഹു, തുറക്കും. ജലസ എന്ന് പറഞ്ഞാൽ ഇരുന്നു, അത് മാളിയാണ്. ജലസൻ്റെ മുളാരി എന്താ? യജ്ലിസു, ഇരിക്കും. ഖറഅ എന്നുള്ളത് മാളിയാണ്, ഓതി എന്നർത്ഥം. ഖറഅൻ്റെ മുളാരി എന്താ? യഖ്റഉ. അപ്പോൾ യഖ്റഉ എന്നുള്ളത് മുളാരിയാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള മുളാരിയിൽ നിന്ന് എങ്ങനെയാണ് നഹ്യ് ഉത്ഭവിക്കുക എന്ന ചോദ്യം കേട്ടോ. എല്ലാവർക്കും ഉത്തരം കിട്ടിയെന്ന് കരുതുന്നു. ഞാൻ ഉത്തരം പറയുകയാണ്. മുളാരിയായ ഫീലിൻ്റെ ആദ്യത്തിൽ ലാ എന്ന ഹർഫിനെ ചേർത്തുകൊണ്ടും അവസാനാക്ഷരത്തിന് സുക്കൂൻ ചെയ്തുകൊണ്ടുമാണ് നഹ്യ് ഉണ്ടാകുന്നത്. അപ്പോൾ നഹ്യ് മുളാരിയായ ഫീലിൽ നിന്നുണ്ടാകുന്നത് വെരി സിമ്പിൾ. ലാ എന്നുള്ള അക്ഷരവും അവസാനം സുക്കൂനും. ഇത് മാത്രം ഓർമ്മിച്ചാൽ മതി. ലാ എന്നുള്ള അക്ഷരം എവിടെയാണ് വരിക? ഫിഅലിൻ്റെ ആദ്യത്തിൽ. യജ്ലിസു എന്ന് പറയുമ്പോൾ എവിടെയാണ് ഫീലിൻ്റെ ആദ്യം? യജ്ലിസു എന്ന് പറയുമ്പോൾ യാഇൻ്റെയും മുന്നേ. അപ്പോൾ യാഇൻ്റെയും മുന്നേ ഒരു ലാമ കൊടുക്കുക. ലാ യജ്ലിസു പൂർണ്ണമായിട്ടില്ല. അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ കൊടുക്കണമല്ലോ. യജ്ലിസു എന്ന് പറയുമ്പോൾ ഏതാണ് അവസാനത്തെ അക്ഷരം? സു, സീന് അല്ലേ. അപ്പോൾ മുളാരിയായ ഫീലിൻ്റെ ആദ്യത്തിൽ ലാ എന്ന ഹർഫിനെ ചേർത്തുകൊണ്ടും അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ ചെയ്തുകൊണ്ടുമാണ് നഹ്യ് ഉണ്ടാവുന്നത്. അപ്പോൾ ലാ യജ്ലിസ് എന്ന് പറയും. യജ്ലിസു എന്നുള്ളതിൻ്റെ നഹ്യ് ലാ യജ്ലിസ്. എഴുതി വെക്കുക. നാലാമത്തെ ആൻസർ ഇതാണ്. മുളാരിയായ ഫീലിൻ്റെ ആദ്യത്തിൽ ലാ എന്ന ഹർഫിനെ ചേർത്തുകൊണ്ടും അവസാന അക്ഷരത്തിന് സുക്കൂൻ ചെയ്തുകൊണ്ടുമാണ് നഹ്യ് ഉണ്ടാകുന്നത്. മുളാരിയായ ഫീലിൻ്റെ ആദ്യത്തിൽ, അതായത് യജ്ലിസു എന്ന് പോലെയുള്ള മുളാരിയായ ഫീലിൻ്റെ ആദ്യത്തിൽ ലാ എന്ന ഹർഫിനെ ചേർക്കുക. അപ്പോൾ ലാ യജ്ലിസു. പിന്നെയോ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ ചെയ്യുക. അപ്പോൾ ലാ യജ്ലിസ്. ഇത്രയേ ഉള്ളൂ മുളാരിയായ ഫീൽ നഹ്യാക്കാൻ. നഹ്യാക്കി കഴിഞ്ഞാൽ അരുത് എന്നർത്ഥം വരും. യജ്ലിസു എന്ന് പറഞ്ഞാൽ അവൻ ഇരിക്കും. അപ്പോൾ ലാ യജ്ലിസ്, അവൻ ഇരിക്കരുത്. യക്തുബ് എന്ന് പറഞ്ഞാൽ അവൻ എഴുതും. അപ്പോൾ ലാ യക്തുബ്, അവൻ എഴുതരുത്. നാലാമത്തെ ചോദ്യത്തിൽ 2 കൈഫ യുക്കവ്വനു അൽ അംറുൽ ഗായിബ് മിനൽ മുളാരിൽ ഗായിബ്. കൈഫ യുക്കവ്വിനു അംറു ഗായിബ്. അംറു ഗായിബ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? മിനൽ മുളാരി ഗായിബ്, മുളാരി ഗായിബിൽ നിന്ന്. ഉത്തരം ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ, നിങ്ങളിപ്പോൾ കണ്ടുപിടിക്കുക. 3 യക്കൂനുൽ ഫിഅലുൽ മുളാരിഉ മൻഫിയൻ മത. എപ്പോഴാകുന്നു മുളാരിയായ ഫീൽ മൻഫിയാവുക? 4 അൽ അംറുൽ ഹാലിറു മാ ഹുവ. അംറു ഹാലിർ എന്നാൽ എന്ത്? ഓക്കെ, ഞാൻ 4ാമത്തിൻ്റെ ഉത്തരം പറയാണ്. 4ൽ 1 കൈഫ യുൻശഉ നഹ്യു മിനൽ മുളാരി. എങ്ങനെയാണ് മുളാരിയായ ഫീലിൽ നിന്നും നഹ്യ് ഉണ്ടാവുക? ഉത്തരം മുളാരിയായ ഫീലിൻ്റെ ആദ്യത്തിൽ ലാ എന്ന ഹർഫിനെ ചേർത്തുകൊണ്ടും അവസാന അക്ഷരത്തിന് സുക്കൂൻ ചെയ്തുകൊണ്ടുമാണ് നഹ്യ് ഉണ്ടാകുന്നത്. 4ൽ 2 കൈഫ യുക്കവ്വനു അൽ അംറുൽ ഗായിബ് മിനൽ മുളാരി ഗായിബ്. മുളാരി ഗായിബിൽ നിന്നും
അംറ് ഗായിബ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഉത്തരം മുലാരിയുടെ ആദ്യത്തിൽ കസറാക്കപ്പെട്ട ലാമിനെ ചേർക്കുകയും അവസാനത്തിൽ സുക്കൂൻ ചെയ്യലുമാണ്. ഇപ്പോൾ മുലാരിയുടെ ആദ്യത്തിൽ എന്ന് പറയുമ്പോൾ ഒരു മുലാരിയ ഫീലിനെ എടുക്കാം നമുക്ക്. മുലാരിയ ഫീൽ യജിലിസ് തന്നെ എടുക്കാം. ഇപ്പോൾ മുലാരിയ ഫീലിയുടെ ആദ്യത്തിൽ കസറാക്കപ്പെട്ട ലാമ് ഇപ്പോൾ ലി. അപ്പോൾ ലി യജിലിസു. പിന്നെ അവസാനത്തിൽ സുക്കൂൻ ചെയ്യാം. അപ്പോൾ സൂന്ന് പറ്റുമോ? സൂന്ന് പറ്റൂല, കാരണം അവസാനത്തിൽ സുക്കൂൻ ചെയ്യണം. അപ്പോൾ ലി യജിലിസ്. ഓക്കെ, ആദ്യത്തിൽ കസറാക്കപ്പെട്ട ലാമും അവസാനത്തിൽ സുക്കൂനും. ഇത്രയേ ഉള്ളൂ കേട്ടോ. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മുലാരിയുടെ ആദ്യത്തിൽ കസറാക്കപ്പെട്ട ലാമും അവസാനത്തിൽ സുക്കൂനും ചെയ്യാം. അപ്പോൾ മുലാരി ഗായിബിൽ നിന്നും അംറ് ഗായിബ് എന്താ ചെയ്യുക? ഉണ്ടാക്കാം കേട്ടോ. ഇനി 4-3 യകൂനുൽ ഫിഅലുൽ മുലാരി മൻഫിയൻ മത. എപ്പോഴാണ് മൻഫിയാകുന്നത്? മൻഫിയാവാൻ തുടക്കത്തിൽ എന്ത് ചെയ്യുക? മാ എന്നുള്ള അക്ഷരം ചേർത്ത് കൊടുക്കുക. 4 അൽ അംറു ഹാദിറു മാഹുവ. അംറു ഹാദിർ എന്നാൽ എന്ത്? സാന്നിധ്യത്തിൽ ഉള്ളവരോടുള്ള വിധിരൂപം. നേരത്തെ പറഞ്ഞല്ലോ, സാന്നിധ്യത്തിൽ ഉള്ള ആളോട് കൽപ്പിക്കുന്നതിനാണ് അംറു ഹാദിർ എന്ന് പറഞ്ഞല്ലോ, അതന്നെ. ഇപ്പോൾ എൻ്റെ മുന്നിലുള്ള ആളോട് നീ വൃത്തിയാക്കുക എന്ന് പറയാണ് അംറു ഹാദിർ. എന്നാൽ എൻ്റെ മുന്നിലില്ലാത്ത ഒരാളോട് എൻ്റെ മുന്നിലില്ലാത്ത ഒരാളോട് പറയാണ് അവൻ വൃത്തിയാക്കട്ടെ. അതെന്താണ്? അംറു ഹാദിർ അല്ല, അത് അംറു ഗായിബ്. സ്ഥലത്തില്ലാത്ത ആളോട് കൽപ്പിക്കുന്നത് അംറു ഗായിബും, സ്ഥലത്തുള്ള ആളോട് കൽപ്പിക്കുന്നത് എന്താണ്? അംറു ഹാദിറും. സാന്നിധ്യത്തിൽ ഉള്ളവരോട് കൽപ്പിക്കുന്നതിനെയാണ് അംറു ഹാദിർ എന്ന് പറയുന്നത്. കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് 5ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 5ാമത്തെ സർഫാക്കാനാണ്. ഉത്തുറുക്ക് എന്നുള്ളത് എന്താണ്? അംറു ഹാദിറാണ്. ഉത്തുറുക്കാണ് ഇനി ഒഴിവാക്കുക. ഉത്തുറുക്ക് എന്നുള്ളത് എന്ത് ചെയ്യുക? ഉത്തുറുക്കിനെ വരെ സർഫാക്കുക. അതുപോലെ ലാ യക്സിബ് എന്നുള്ളത് ലാ യക്സിബിനെ വരെ സർഫാക്കുക. പിന്നെ യക്തുബ് എന്നുള്ളത് സർഫാക്കുക. പിന്നെയോ തക്തുബു എന്നുള്ളത് സർഫാക്കുക. എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. ഞാനൊന്ന് സർഫാക്കി തരാം. ഉത്തരം അറിയുന്നവരെന്ത് ചെയ്യുക? അതൊന്ന് സർഫാക്കുക. ഉത്തുറുക്ക്, പിന്നെന്താ? ഉത്തുറുക്ക, ഉത്തുറുക്കു. പിന്നെയോ ഉത്തുറുക്കി, ഉത്തുറുക്ക, ഉത്തുറുക്കുന്ന. ഓക്കെ. രണ്ടാമത്തത് ലാ യക്സിബ്, ലാ യക്സിബ, ലാ യക്സിബു. പിന്നെയോ ലാ തക്സിബ്, ലാ തക്സിബ, ലാ യക്സിബിന. ഇനി മൂന്നാമത്തത് സദാ മുലാരിയ ഫീലാണ്. യക്തുബു, യക്തുബാന്, യക്തുബൂന. തക്തുബു, തക്തുബാന്, യക്തുബുന. തക്തുബു, തക്തുബാന്, തക്തുബൂന. തക്തുബു, തക്തുബാന്, തക്തുബുന. അക്തുബു, നക്തുബു. ഇനി അടുത്തത് 6ാമത്തത് നുഅജിബ്, അറബീകരിക്കുക. നുഅജിബ് എന്ന് പറഞ്ഞാൽ അറബീകരിക്കുക കേട്ടോ. മലയാളീകരിക്കുക എന്നുള്ളതിന് തെർജും എന്നുണ്ടാവുക, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നർത്ഥം കേട്ടോ. ഇത് നുഅജിബ് എന്ന് പറഞ്ഞാൽ അറബിയാക്കുക. എൻ്റെ ക്ലാസ്സിൽ 15 പെൺകുട്ടികളുണ്ട്. എൻ്റെ ക്ലാസ് എന്നുള്ളത് എന്താ പറയുക? 15 എന്നുള്ളത് എന്താ പറയുക? പെൺകുട്ടികൾ എന്നുള്ളത് എന്താ പറയുക? അത്ര അറിയുന്നവർക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാം. ഉത്തരം പറയുകയാണേ. എൻ്റെ ക്ലാസ്സിൽ എന്നുള്ളതിന് ഫി എന്ന് പറയാം. സഫ് എന്ന ക്ലാസ്. ഫി എന്ന് പറഞ്ഞാൽ ഇൽ എന്നർത്ഥം. ഇംഗ്ലീഷിൽ ഇൻ എന്ന് പറയില്ലേ, ഇൻ മൈ ക്ലാസ് എന്ന് പറയില്ലേ, അതേമാതിരിയാണ് ഫി എന്ന് പറയുന്നത്. ഫി സഫി എന്നാൽ എൻ്റെ ക്ലാസ്സിൽ. 15 എന്നുള്ളതിന് ഹംസ അഷറ. ഇപ്പോൾ ഫി സഫി ഹംസ അഷറ എന്ന് കിട്ടി. ഇനി പെൺകുട്ടികൾ ഉണ്ടെന്നാണ് പറയാം. ബിന്തൻ എന്ന് പറഞ്ഞാൽ മതി. ബിന്തൻ അല്ല പെൺകുട്ടിക്ക് അറിയാം. അപ്പോൾ ബിന്തൻ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഫി സഫി ഹംസ അഷറത്ത ബിന്തൻ. ഫി സഫി എൻ്റെ ക്ലാസ്സിൽ ഹംസ അഷറത്ത 15
ബിൻതൻ പെൺകുട്ടികളുണ്ട്. ഇനി അടുത്തത്, എൻ്റെ സഹോദര നീ കളവ് പറയരുത്. എൻ്റെ എന്നുള്ളതിന് എന്താ പറയുക? നമ്മൾ മുമ്പത്തെ ഇതിൽ പറഞ്ഞില്ലേ, എൻ്റെ ക്ലാസ്സിൽ പറഞ്ഞില്ലേ. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ എന്ന് പറയാൻ എന്താ, എൻ്റെ എന്നുള്ള എന്താ നമ്മൾ ചെയ്തേ? ഫി സഫി, ആ സഫ് എന്നുള്ളതിന് യാ നീട്ടി കൊടുത്ത്. സഫ് പറഞ്ഞ ക്ലാസ്, സഫി എന്ന് പറഞ്ഞാൽ എൻ്റെ ക്ലാസ്. അതുപോലെ തന്നെ എൻ്റെ സഹോദര, സഹോദരൻ എന്നുള്ളത് എന്താ പറയുക? സഹോദരൻ, ബ്രദറിന് എന്താ പറയുക? അഹ്. അപ്പോൾ എൻ്റെ സഹോദര എന്നുള്ളത് എന്താ പറയുക? യാ അഹീ. യാ എന്നുള്ളത് വിളിക്കുന്ന അക്ഷര, അറിയില്ലേ എന്ന് പറയുന്നത്. യാ അഹീ, എൻ്റെ സഹോദര നീ കളവ് പറയരുത്. ലാ തക്സിബ് അബദ, കളവിന് കസീബ് എന്നല്ല പറയുക. അപ്പം നീ പറയരുത് എന്നുള്ള എന്താ പറയുക? ലാ തക്സിബ്. അബദ എന്ന് പറഞ്ഞാൽ ഒരിക്കലും വേണമെന്നില്ല. യാ അഹീ ലാ തക്സിബ്. ഇനി അടുത്തത് 7ാമത്തത് നുതർജിം. ഇതാണ് പറഞ്ഞത്. ലെറ്റ്സ് ട്രാൻസ്ലേറ്റ്. നമുക്ക് മലയാളത്തിലേക്ക് എഴുതാം. അവർക്ക് മലയാളത്തിൽ എഴുതണം കേട്ടോ. മലയാളത്തിൽ പക്ക മലയാളത്തിൽ എഴുതരുത്. ഓക്കെ, നമുക്ക് മലയാളത്തിൽ എഴുതാം. സിമ്പിളാണ് കേട്ടോ. അൽ യദുൽ ഉലിയ ഖൈറും മിനൽ യദി സുഫ്ല. രണ്ടാമത്തത് എന്താ? ലിയദ്റുസ് കുല്ലു തോലിബിൻ ദർസഹു. എല്ലാവർക്കും കിട്ടിയെന്ന് കരുതുന്നു. ഉത്തരം പറയുകയാണ്. അൽ യദുൽ ഉലിയ ഖൈറും മിനൽ യദി സുഫ്ല. താഴ്ന്ന കൈയിനേക്കാൾ ഉത്തമം ഉയർന്ന കൈയാകുന്നു. ഉലിയ എന്ന് പറഞ്ഞാൽ ഉയർന്ന, സുഫ്ല എന്ന് പറഞ്ഞാൽ താഴ്ന്ന, യദ് എന്ന് പറഞ്ഞാലോ കൈ, ഖൈർ എന്ന് പറഞ്ഞാലോ ഉത്തമം. ഇതാണ് വാക്കർത്ഥം കേട്ടോ. അപ്പോൾ ഇനി ഒന്നുകൂടി അർത്ഥം വെക്കാം. അൽ യദുൽ ഉലിയ, ഉയർന്ന കൈയാകുന്നത്. ഉയർന്ന കൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് പൈസ കൊടുക്കുമ്പോൾ വാങ്ങുന്ന ആളെ കൈയാണോ കൊടുക്കുന്ന ആളെ കൈയാണോ ഉയർന്നത്? കൊടുക്കുന്ന ആളില്ലേ, അതാണ് അൽ യദുൽ ഉലിയ എന്ന് പറയുന്നത്. ഖൈറും മിനൽ യദി സുഫ്ല, താഴ്ന്ന കൈനേക്കാൾ ഉത്തമമാണെന്ന് പറഞ്ഞാൽ വാങ്ങുന്ന ആളേക്കാൾ ഉത്തമമാണ്. അപ്പോൾ എപ്പോഴും വാങ്ങാൻ നിൽക്കരുത്, ഇടയ്ക്ക് എന്ത് ചെയ്യുക? കൊടുക്കുകയും ചെയ്യാം. അതാണ് അതിൽ പറയുന്നത്. അതായത് ഹദീസാണ് കേട്ടോ. എപ്പോഴും വാങ്ങരുത്, ഇടയ്ക്ക് എന്ത് ചെയ്യുക? കൊടുക്കുക. കാരണം എന്താ? താഴ്ന്ന കൈയിനേക്കാളും ഉത്തമം ഉയർന്ന കൈയാകുന്നു. നമ്മൾ കൈ ഉയരണമെങ്കിൽ നമ്മളെന്ത് ചെയ്യാം? നമ്മൾ കൊടുക്കണം. ഇനി അടുത്തത്, ലിയദ്റുസ് കുല്ലു ത്വാലിബിൻ ദർസഹു. എല്ലാ വിദ്യാർത്ഥിയും അവൻ്റെ പാഠം പഠിക്കട്ടെ. ലിയദ്റുസ് പഠിക്കട്ടെ, അവൻ പഠിക്കട്ടെ. അവൻ പഠിക്കട്ടെ എന്ന് പറയുമ്പോൾ അംബർ ഹാദർ അംബർ വായിബോ? അംബർ വായിബാണ്. കാരണം എന്താ? സ്ഥലത്തുള്ള ആളോട് പറയല്ല, അവൻ എന്ന് പറഞ്ഞാലേ. ലിയദ്റുസ് അവൻ പഠിക്കട്ടെ. അതായത് ആര്? കുല്ലു ത്വാലിബിൻ എല്ലാ വിദ്യാർത്ഥികളും. ദർസഹു അവൻ്റെ പാഠം. ദർസ് എന്ന് പറഞ്ഞാൽ പാഠം. ഹു എന്ന് പറഞ്ഞാൽ അവൻ്റെ, അത് ലമീറാണ്. ഹു എന്ന് പറയുന്നത് ലമീറാണ്. നമ്മൾ ഇംഗ്ലീഷിൽ പ്രോണൗൺ എന്ന് പറയില്ലേ, അതാണ് ലമീർ കേട്ടോ. ലിയദ്റുസ് കുല്ലു ത്വാലിബിൻ ദർസഹു, എല്ലാ വിദ്യാർത്ഥിയും അവൻ്റെ പാഠം പഠിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഫുള്ള് മാർക്ക് ഞാൻ ഉത്തരം പറയുന്നതിന് കിട്ടിയിട്ടുണ്ടെന്ന് കരുതുന്നു. ഇനി അങ്ങനെ അല്ലാത്തവരെ വിഷമിക്കേണ്ട, ക്ലാസ് വീണ്ടും കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ്. ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എല്ലാവരും രേഖപ്പെടുത്തണേ. ഇനി വരുന്ന ഏതൊക്കെ വിഷയത്തിൻ്റെ ക്ലാസ്സാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യണം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.